എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കോളിഫ്ലവർ മസാല തോരനാണ്. നല്ല ടേസ്റ്റിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ചെറിയൊരു കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അത് മഞ്ഞൾപ്പൊടി ഉപ്പുമിട്ട് 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കാം. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക്, കറിവേപ്പില, കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളിയും കൂടെ ചേർക്കാനുണ്ട്. അത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് കുറച്ചുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതേ രീതിയിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടട്ടെ. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കാം. എന്നിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം അല്പം കൂടി കൂട്ടി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ അല്പം കുറവാണ്. അല്പം ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒന്നുകൂടെ കുക്ക് ചെയ്യുന്നുണ്ട്. അവസാനം 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഒരു 2-3 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ ഇതേപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണേ. അതേപോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.